ഫസ്റ്റ് ഡേ നമ്മൾ ലഞ്ച് ഇവിടെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഉമിയം ലേക്കിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. സെഫിറാനോ എന്നാണ് പേര്. ഇവിടെ വെജിറ്റേറിയൻ ഒക്കെ കിട്ടാൻ കുറച്ച് പാടാന്നാണ് കേട്ടത്. സോ എന്താണ് കിട്ടുന്നത് നോക്കാം. അങ്ങനെ ഫസ്റ്റ് ഡേ തുടങ്ങിയ ചോറും ദാൽക്കറിയാണ് കേട്ടോ. ഇത് ബേബി കോൺ മഞ്ചൂരിയൻ ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചോറും ദാൽക്കറിയും വെച്ചായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അന്ന് രാത്രിയിൽ ഞങ്ങളുടെ അത്താഴമായിരുന്നു ഇത്. ഞാൻ വിശന്ന് കണ്ണ് കാണാതായപ്പോൾ ഇഡലിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. എൻ്റെ നാറുന്ന എന്തോ ഒരു സാധനമായിരുന്നു, അത് കളഞ്ഞു കേട്ടോ. ഇഡലി കളഞ്ഞു. ചപ്പാത്തി തിരക്കേടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയും കറിയും കൂടെ കഴിച്ചു. ബാക്കി ഓർഡർ ചെയ്ത ഇഡലിയും സാധനങ്ങളും ബാക്കിയെല്ലാം എടുത്ത് കളയായിരുന്നു. ചപ്പാത്തി നല്ലതായിരുന്നു. ഞാൻ മേഘാലയ എന്നൊന്നും ഓർത്തില്ല വിശന്നപ്പോൾ ഇഡലി ഓർഡർ ചെയ്തത്. നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് കിട്ടിയ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്. അതിരാവിലെ എണീറ്റ് പോകേണ്ടതുകൊണ്ട് കുറച്ച് സ്പ്രൗട്ട്സും തണ്ണിമത്തങ്ങയും ഒക്കെ തന്നെയാണ് മെയിനായിട്ടും കഴിച്ചത് കേട്ടോ. പിന്നെ ബ്രെഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് സ്ഥലം കാലിയാക്കുകയാണ് ചെയ്തത്. കാറിൽ ഹെയർ പിൻ ആയതുകൊണ്ടൊക്കെ കഴിപ്പൊക്കെ പിന്നെ യാത്രയുടെ ഇടയ്ക്ക് വളരെ കുറവായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം വൈകിട്ടാണ് ആഹാരം കഴിക്കുന്നത് കേട്ടോ. ഈ ഒരു കട്ട്ലറ്റ് ഓർഡർ ചെയ്തതാണ്. ഇങ്ങനത്തെ ഒരു ഐറ്റമാണ് വന്നത്. അപ്പോൾ തന്നെ ഇതെന്താണ് സാധനമെന്ന് നമ്മൾ ചോദിച്ചു അവരോട്. വെജിറ്റേറിയൻ ഡിഷസ് മെനുവിൽ ഉണ്ടാവുന്ന തന്നെ വിരളാണ്. അപ്പോൾ അതിൽ കട്ട്ലറ്റ് എന്ന് കണ്ട വെജിറ്റേറിയൻ കട്ട്ലറ്റ് ഓർഡർ ചെയ്തതാണ്. അവസാനം ഷെഫൊക്കെ വന്നിട്ട് ഇവരുണ്ടല്ലോ പൊട്ടറ്റോയുടെ എന്തോ ഒരു സ്റ്റാർച്ച്, പൊട്ടറ്റോയും സോയ ചങ്ങനെ എന്തോ ഒരു സ്റ്റാർച്ച് കലക്കി വെളിയിലൊരു ക്രിസ്പി സാധനം, അകത്ത് മൊത്തം എന്തോ വെള്ളം, അതാണ് ഇവരുടെ കട്ട്ലറ്റ്. അപ്പോൾ കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ ഇതിനകത്ത് മൊത്തം എന്തോ സ്റ്റാർച്ചി ലിക്വിഡായിരുന്നു. ജീവിതത്തിൽ ഇങ്ങനെയൊരു കട്ട്ലറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല കേട്ടോ. നമ്മൾ ഇവിടുത്തെ പോലത്തെ സാധനങ്ങളല്ല അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതൊരു പുതിയ അറിവായിരുന്നു, ഇങ്ങനൊരു കട്ട്ലറ്റ് ഉണ്ടെന്ന്. അത് വൻ കോമഡി ആയിരുന്നു. ആസ് യൂഷ്വൽ ചോറും ദാലൊക്കെ ഞങ്ങൾ ഡിന്നറും കഴിച്ചു. തേർഡ് ഡേ ഞങ്ങൾക്ക് പൂരിയാണ് കിട്ടിയത് കേട്ടോ. പൂരിയും കറിയൊക്കെയാണ് തേർഡ് ഡേ കിട്ടിയത്. അപ്പോൾ അന്നേ ദിവസം ഞങ്ങൾക്ക് വളരെ ലേറ്റായിട്ട് ഒരു ഹിൽ ടോപ്പിലാണ് ഞങ്ങൾ പോയത്. അവിടെ ചോറ് ദാലെന്ന് പറഞ്ഞിട്ട് കട്ടിക്ക് എന്തോ ഒരു പരിപ്പിൻ്റെ വേവിച്ച സാധനം, ഈ ഒരു സാധനമാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് ബാമ്പുവിൻ്റെ അച്ചാർ കിട്ടി കേട്ടോ. അപ്പോൾ വിശന്ന് തളർന്നിരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര ബാമ്പുവിൻ്റെ അച്ചാറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് ബാമ്പുവിൻ്റെ അച്ചാർ. അടുത്ത ദിവസം രാവിലെ ബ്രെഡായിരുന്നു. ഇത് ഞങ്ങൾക്ക് എപ്പോഴോ കിട്ടിയ ഒരു പരിപ്പ് വടയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഇതുപോലെ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡാണ് കിട്ടിയത്. ചോറും പിന്നെ തക്കാളി ചട്നിയും കുറച്ച് നൂഡിൽസും ഒക്കെയാണ് കിട്ടിയത്. നമ്മൾ ഫസ്റ്റ് ഡേ ചെന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയ അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ഡേ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ എയർപോർട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ, മടങ്ങി വരവിന് വേണ്ടി.